തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ചേട്ടാ ഒന്ന് വേഗം അച്ഛൻ വരുന്നുണ്ട്. എന്നെ കബളിപ്പിച്ചിട്ട് 2 മക്കളെയും കൊണ്ട് കടന്നു കളയാന്ന് വിചാരിച്ചോടി. എന്റെ മക്കള് ഇതെന്റെ മക്കളാണ്. പോലീസിനെ വിളിക്കും. എന്റെ മക്കളെ താടി എന്റെ മക്കളത് കവിനെ വാടാ വിടാൻ മക്കളെ എനിക്ക് അയ്യോ, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ എന്റെ ഭഗവാനെ. എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഓട്ടോയിൽ വരുമ്പോ ആ ആന്റി എന്റെ അമ്മയെന്നാ പറഞ്ഞത്. അതെന്റെ അമ്മയാണോ അച്ഛാ? പറയച്ചാ, അച്ഛന്ന് പറയച്ചാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അച്ഛൻ അമ്മ എല്ലാം ഞാനാണെന്ന്. നിനക്ക് നിന്റെ അമ്മയില്ല. അച്ഛാ, അവരെന്റെ അമ്മയാന്നാ പറഞ്ഞത്. അത് കള്ളാണോ അച്ഛാ? പറയച്ചാ. നിന്റെ അച്ഛനെല്ലാം പറഞ്ഞു തരാം. എന്നാ ഇപ്പൊ അതിനുള്ള സമയമില്ല, മനസ്സിലായോ? പോയിരിക്കും. എന്തിനാ അങ്കിൾ ഇങ്ങനെ ചെയ്തത്? പറയങ്കിൾ, എന്തിനാ അങ്കിൾ ഇങ്ങനെ ചെയ്തത്? എന്റെ അമ്മ ആ റോഡിലേക്ക് തള്ളിയിട്ടില്ലേ? എന്തിനാ അങ്കിൾ ഇങ്ങനെ ചെയ്തത്? എന്റെ അമ്മ പാവല്ലേ? നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ? എന്തിനാ അങ്കിൾ ഇങ്ങനെ ചെയ്തത്? എന്റെ അമ്മ പാവ അങ്കിൾ. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കും മോളെ. എന്റെ അമ്മ ഹോട്ടലിൽ വരുമ്പോ പറഞ്ഞിരുന്നു എന്റെ സ്വന്തം ഏട്ടനാ കവിനെന്ന് പറഞ്ഞിരുന്നു. അത് സത്യാണോ അങ്കിൾ? പറയങ്കിൾ. നിങ്ങൾ എന്റെ അച്ഛനാന്നും പറഞ്ഞിരുന്നു. പറയങ്കിൾ, സത്യാണോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നീ എന്റെ മോളെ തന്നെയാ. അപ്പൊ എന്റെ അമ്മ പാവല്ലേ? എന്റെ അമ്മയും കൂടെ കൂട്ടി പോവായിരുന്നില്ലേ? എന്റെ അമ്മയെ നടുറോട്ടിൽ തള്ളിയിട്ടില്ലേ? പാവല്ലേ അങ്കിൾ? അവള് പാവമല്ല, ഓൻ
ബാക്കിയെല്ലാം അച്ഛൻ സമയമാകുമ്പോ പറഞ്ഞുതരാം. മനസ്സിലായോ? നീ മരിച്ചുപോയെന്ന് അവൾ എന്റെ അടുത്ത് നുണ പറഞ്ഞു. എന്റെ അമ്മ അങ്ങനെയൊന്നും പറയില്ല അങ്കിൾ. അങ്കിൾ കള്ളം പറയണതാ. അച്ഛനെല്ലാം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഇരിക്കെ ചെല്ലു മോളെ. വാ മക്കളെ. മോളെ എന്തിനാ ഇപ്പൊ രണ്ടുപേരും കരയുന്നേ? നോക്ക്, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും എനിക്ക് കരയാൻ പാടില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അതിനു വേണ്ടിയല്ലേ നിങ്ങളുടെ അച്ഛനെല്ലാം ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ഈ വീട്ടിൽ മുത്തശ്ശൻ, മുത്തശ്ശി, മുതുമുത്തശ്ശി എല്ലാവരും മക്കൾക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. ആ വിജയലക്ഷ്മി മാത്രം മറന്നേക്ക്. അങ്കിൾ, ഇങ്ങനൊന്നും പറയാൻ പാടില്ല അങ്കിൾ. എനിക്ക് ഭയങ്കര പേടിയാവുന്നു അങ്കിൾ. എന്റെ അമ്മയുടെ അടുത്ത് എന്നെ കൊണ്ടുവിട് അങ്കിൾ. പ്ലീസ് അങ്കിൾ, എന്നെ കൊണ്ടുവിട് അങ്കിൾ. എന്താ നിലമോളെ മനസ്സിലാവാത്തത്? നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ? പ്ലീസ് അങ്കിൾ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും മോളെ. പ്ലീസ് ഇനി നിനക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അങ്കിൾ. ഇനി നീ ആ വിജയെ കുറിച്ച് ഈ വീട്ടിലോ ഈ വീട്ടിലുള്ള മറ്റാരുടെങ്കിലും അടുത്ത് സംസാരിക്കാൻ പാടില്ല. മോള് വലുതായതിനു ശേഷം അച്ഛനെല്ലാം പറഞ്ഞുതരാം. നീ നന്നായിട്ട് വളരേണ്ട കുട്ടിയാ. ഈ വലിയ വീട്ടില് രാജകുമാരിയെ പോലെ ജീവിക്കേണ്ടവളാ. നീ വെറും ഒരു സാധാരണ കുട്ടിയായിട്ട് വളരെ കഷ്ടപ്പെടുത്തില്ലേ നിന്നെ വളർത്തിയത്. നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളരേണ്ടി വന്നതിന്റെ കാരണം അവള് തന്നെയാ. ഇല്ല അങ്കിൾ, ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ നല്ല സന്തോഷത്തോടെ വളർന്നത്. നല്ല സമാധാനത്തോടെ തന്നെയാ ഞാൻ അമ്മയുടെ കൂടെ ഉറങ്ങുന്നത്. എനിക്ക് എന്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്ന ഇഷ്ടം. ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ചോ, ഞാൻ എന്റെ അമ്മയുടെ കൂടെ ഇരുന്നോട്ടെ അങ്കിൾ. പ്ലീസ് അങ്കിൾ. നില, നീ ചെറിയ കുട്ടിയാ, നിനക്കൊന്നും അറിയില്ല. ആ വിജയലക്ഷ്മി നല്ലവളാണെന്ന് അഭിനയിച്ച് നിന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലാതെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാ നിനക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതവും നീ എന്തുമാത്രം സമ്പന്നയായ ഒരു കുട്ടിയാണെന്നും ഞാൻ നിനക്ക് കാണിച്ചു തരാം. മോള് ധൈര്യമായിട്ടിരിക്കെ. എന്നെ എന്റെ അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി വിട് അങ്കിൾ. ഇല്ല, ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങൾക്ക് ദേഷ്യം വന്നാലും ശരി, എന്നെ അടിച്ചാലും കുഴപ്പമില്ല.